എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും കൈയൊന്നും പൊള്ളിക്കാതെ തന്നെ നല്ലൊരു കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. ഒരു കൊഴുക്കുട്ട ഉണ്ട തയ്യാറാക്കിയെടുക്കുന്ന പാചക രീതി വളരെ എളുപ്പത്തിലാണ്. ഈ ഒരു കൊഴുക്കുട്ട ഉണ്ടയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന ഫില്ലിങ് ശർക്കരയും തേങ്ങയും ഒക്കെ നല്ലതുപോലെ വിളയിച്ചെടുത്തിട്ടാണ്. ഈ ഒരു കൂട്ട് തയ്യാറാക്കി നിങ്ങൾ സൂക്ഷിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കൊഴുക്കട്ട ഉണ്ട തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. നാടൻ പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് തന്നെ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാർക്ക് ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഈ ഉണ്ട തയ്യാറാക്കാനായിട്ട് പാക്കറ്റ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുകൂടി വറുത്തതിന് ശേഷമായിരിക്കണം മാവ് കുഴച്ചെടുക്കേണ്ടതും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അങ്ങനെ നമുക്ക് കൊഴുക്കുട്ട ഉണ്ട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാളികേരം ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഒന്ന് വിളയിച്ചെടുക്കണം. ഇന്ന് നമ്മൾ ഉണ്ട തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ശർക്കരയും തേങ്ങയും വിളയിച്ചെടുത്തതിന് ശേഷമാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു ഉണ്ടയുടെ പാചകം വളരെ എളുപ്പമാണ്. ആദ്യമേ നമുക്ക് നാളികേരം ഒന്ന് വിളയിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പോളം ശർക്കരപ്പൊടി ചേർക്കാം. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതിനാണ് ശർക്കരപ്പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കരയും എടുക്കാവുന്നതാണ്. ശർക്കര എടുക്കുമ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം അതിന്റെ കല്ലും മണ്ണൊക്കെ ഒന്ന് അരിച്ചു മാറ്റിയിട്ടായിരിക്കണം എടുക്കേണ്ടതും. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ശർക്കര ഒരു 350 ഗ്രാം അളവുണ്ട്. നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവനുസരിച്ച് എടുക്കുന്ന ശർക്കരയുടെ അളവും കൂട്ടേണ്ടതാണ്. ശർക്കരയിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നാളികേരത്തിലെ വെള്ളമയോ എല്ലാം ഒന്ന് ഊറി വരും. ആ വെള്ളം വറ്റി ശർക്കരയും തേങ്ങയുമായി യോജിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ശർക്കര വിളയിച്ചത് റെഡിയായി കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ശർക്കര ഇതുപോലെ ഒന്നായി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളമയം ഇല്ലാത്തൊരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്ക് കൈകൊണ്ടൊന്ന് ഉരുട്ടിയും കൂടെ വെക്കണം. കൊണ്ട് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഏലക്കയും ചുക്കും പഞ്ചസാര ചേർത്ത് പൊടിച്ച പൊടി ചേർക്കാം. കൂടെ തന്നെ നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഉണ്ടകളാക്കി മാറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടിയൊന്ന് കുഴച്ചെടുക്കണം. പൊടി കുഴച്ചെടുക്കാനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവില് ചോറാണ്. ഇന്ന് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടൊന്നും പൊടി കുഴച്ചെടുക്കുന്നില്ല. വളരെ എളുപ്പത്തിലാണ് നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചോറ് ചേർക്കാം. ചോറ് അരച്ചെടുക്കുന്നതിനായിട്ട് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് 1 കപ്പ് അളവിൽ പൊടിയാണ്. അതിനായിട്ടാണ് 1 കപ്പ് അളവിൽ തന്നെ ചോറ് കൂടി എടുക്കുന്നത്. കുഴമ്പ് പോലെ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് അളവിൽ തന്നെ വറുത്ത അരിപ്പൊടി ചേർക്കാം. എടുക്കുന്നത് പാക്കറ്റ് പൊടിയാണെങ്കിൽ ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമായിരിക്കണം ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഈ ഉണ്ടയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതിനായിട്ട് അല്പം വെള്ളം ഒന്ന് മുൻപിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം വേണ്ടത്. നല്ലതുപോലെ കുഴച്ച് ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ നമ്മുടെ ഫില്ലിങ്ങും ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിറച്ചെടുക്കാനും സാധിക്കും. അതുപോലൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റും നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ കുഴച്ചു വെച്ച മാവിൽ നിന്നും ഓരോ ബോളുകളായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊന്നും ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ ബോളുകളെല്ലാം ഞാനിവിടെ ഇതുപോലൊന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കാം. വീണ്ടും നമ്മുടെ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളകൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ ഇടം കൈയിലേക്ക് മാവെടുത്ത് വെച്ചിട്ട് നടുഭാഗം ഒന്ന് കുഴിച്ചുകൂടെ കൊടുക്കാം. നടുഭാഗം കുഴിച്ചെടുക്കുമ്പോൾ ആഴത്തിലായിരിക്കണം കുഴിച്ചെടുക്കേണ്ടതും. ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ കുഴിച്ചെടുക്കേണ്ടതും. നടുഭാഗം അധികം കട്ടിയൊന്നും ഇല്ലാതെ വേണം കുഴിച്ചെടുക്കാനായിട്ടും. ഈ ഒരു ഷേപ്പിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിട്ടില്ല ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി രണ്ടറ്റവും നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ഷേപ്പോട് കൂടി തന്നെ നമുക്ക് ഉണ്ട ഉരുട്ടിയെടുക്കാനും സാധിക്കും. അതിനുശേഷം കയ്യിലിട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഷേപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ഉണ്ട ഇവിടെ റെഡിയായിട്ടുണ്ട്.
ഉണ്ട ഉരുട്ടിയെടുക്കുമ്പോൾ സ്ക്രാച്ച് വീഴുവാണെങ്കിൽ കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ മേലെയായിട്ടൊന്ന് തടകി കൊടുത്താൽ മതിയാകും. അങ്ങനെ നല്ല കളറോടെയും നല്ല ഷേപ്പോട് കൂടി തന്നെ നമുക്ക് ആദ്യം ഉണ്ട ഇവിടെ ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് തന്നെ ചെയ്തെടുക്കാം. അരികു ഭാഗമൊക്കെ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി വീണ്ടും നമുക്കിതിലേക്ക് ബോൾ വെച്ച് മടക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഉണ്ടയും നല്ല ഷേപ്പോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ഉണ്ട ഉരുട്ടിയെടുക്കാനായിട്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൊഴുക്കട്ട ഉണ്ട നന്നായിട്ടൊന്ന് ഷേപ്പോട് കൂടി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഉണ്ട ഒരു ആവിപാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചു കൂടെ എടുക്കാം. ഉണ്ട ആവി കയറ്റിയെടുക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് പാത്രം നല്ല പോലെ ഒന്ന് ആവി കയറ്റിയതിന് ശേഷമായിരിക്കണം ഇതുപോലൊന്ന് നിരത്തിയും കൂടെ കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഉണ്ട 10 മിനിറ്റ് കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉണ്ട ഇവിടെ വെന്ത് കിട്ടും. 10 മിനിറ്റ് നേരത്തേക്കാണ് നമുക്ക് മൂടി വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഉണ്ട വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉണ്ട നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ട താഴേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ള ഉണ്ട ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ് നമ്മൾ തനി നാടൻ കൊഴുക്കട്ട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഉണ്ടയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് തിളച്ച വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ മാവ് മയത്തിൽ കുഴച്ചെടുക്കുന്നതിനായിട്ട് അധിക സമയമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. സ്വാദോടു കൂടി തന്നെയാണ് നമുക്കിത് തയ്യാറാക്കി കഴിക്കാൻ സാധിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.